ഹലോ മക്കളെ, എല്ലാവർക്കും സൈല ലേണിംഗിലേക്ക് സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇനി നമുക്ക് വരാനുള്ള പരീക്ഷ സെക്കൻഡ് ലാംഗ്വേജുകളുടെ പരീക്ഷയാണ്. അപ്പൊ അത് മലയാളമാണ്. ഇന്ന് ടീച്ചർ മലയാളത്തിന്റെ കാര്യമൊക്കെ പറയാനാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ പൊതുവേ നമ്മള് സയൻസ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും കൊമേഴ്സ് ആയാലും ഒക്കെ നമ്മൾ സെക്കൻഡ് ലാംഗ്വേജുകൾക്ക് നമ്മൾ വലിയ പ്രാധാന്യമൊന്നും നമ്മൾ കൊടുക്കാറില്ല. കാരണം മെയിൻ സബ്ജക്റ്റുകൾ പഠിക്കുന്നതിന്റെ ഇടയിൽ പലപ്പോഴും ഇത്തരം ലാംഗ്വേജുകൾ എന്ത് ചെയ്യും, മുങ്ങി പോവാറാണ് പതിവ്. അത്ര വലിയ പ്രാധാന്യമൊന്നും നമ്മൾ ലാംഗ്വേജിന് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം മലയാളമൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. ടെക്സ്റ്റ് ബുക്കൊക്കെ വളരെ കൃത്യമായിട്ട് വായിച്ച് തന്നെ പരീക്ഷ എഴുതിയാൽ തന്നെ എന്ത് ചെയ്യും, നമുക്ക് നല്ല മാർക്ക് ലാംഗ്വേജിന് സ്കോർ ചെയ്യാൻ അല്ലെ. നമുക്ക് +2 +1 സാധിക്കും. നിങ്ങൾ +1 നല്ല മാർക്ക് വാങ്ങിയിട്ടുള്ള മക്കളായിരിക്കും അല്ലെ. അപ്പൊ അതിൽ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് മെനക്കെട്ട് ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്ക് കൊടുക്കുന്നതിന് 10-1% എന്താണ് ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് വായിക്കാനും കൃത്യമായി പാഠഭാഗം മനസ്സിലാക്കാനും കൊടുത്താൽ കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യണോ, നമുക്ക് ഫുൾ മാർക്ക്, ഈ 100 മാർക്ക് എന്ന് പറയുന്ന മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് എന്താ ഇപ്പൊ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ചിലപ്പോൾ MAയോ അല്ലെങ്കിൽ BAയോ ഒന്നും ഡിഗ്രിക്കും MAക്കൊന്നും പോകുന്ന ആളുകളായിരിക്കണം എന്നില്ല. പക്ഷേ നമുക്ക് ഏത് കോഴ്സാണോ നമ്മൾ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ കോഴ്സിലേക്ക് എത്താൻ ചിലപ്പോൾ ഇതിൽ ഫുൾ മാർക്ക് വാങ്ങിക്കഴിഞ്ഞാലേ ആ ഒരു പോയിന്റ് വ്യത്യാസത്തിലൊക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ നമുക്ക് സീറ്റ് കിട്ടാനും പെർസെന്റേജ് കൂടാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങളെല്ലാം മലയാള പണ്ഡിതരാവണമെന്നോ അല്ലെങ്കിൽ മലയാളം വാദ്യാരാവണമെന്നോ ഒന്നുമുള്ള ഉദ്ദേശത്തിലല്ല അല്ലെ. അങ്ങനെ ആവുന്നത് നല്ലതാണ്. അപ്പൊ അത് നിങ്ങളെ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയാനല്ല ടീച്ചർ വന്നത്. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് ഒക്കെ പഠിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയെ കുറിച്ചാണ്. പുതിയ കാലത്ത് നമ്മൾ ലാംഗ്വേജ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ പരമ പുച്ഛമാണ് അല്ലെ. മലയാളം എനിക്ക് കുറച്ച് അറിയുമല്ലോ എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ടീച്ചർ അതിന്റെ റിയാലിറ്റി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അത് അല്ലെ എടുത്ത് പഠിച്ചാൽ നല്ലത്. അപ്പൊ നമ്മളത് പഠിക്കണം എന്നല്ല പറയുന്നത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ എന്താണ്, നമ്മൾ പോയിന്റുകളൊക്കെ +2 കൂടാനും അല്ലെ, നമ്മൾ നല്ല ആഗ്രഹിക്കുന്ന കോഴ്സുകൾ ഏതാണോ അതിന് നമുക്ക് അല്ലെ കൂടുതൽ പെർസെന്റേജ് ഒക്കെ കിട്ടാൻ നമുക്ക് എളുപ്പത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇത് മലയാളം അല്ലെ. നമ്മളെ ലാംഗ്വേജുകൾ അത് ഹിന്ദി ആണെങ്കിൽ മലയാളം ആണെങ്കിലും ഒക്കെ. അപ്പൊ ആ ഒരു പ്രാധാന്യം കൂടെ കണ്ടുകൊണ്ട് വേണം നമ്മൾ അതിനെ ഈസി ആയിട്ടുള്ള മട്ടിൽ വിടുമ്പോ, അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ കുഴപ്പമില്ല എന്തെങ്കിലുമൊക്കെ എഴുതാന്നുള്ള ധാരണയിലൊക്കെ പോകുന്ന സമയത്ത്, കാരണം എനിക്കറിയാം അല്ലെ +2 ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അവരുടെ ഒരു റിലാക്സേഷൻ മോഡിലാണ് എല്ലാവരും മലയാളം ക്ലാസ്സിൽ ഫിസിക്സും കെമിസ്ട്രി ഒക്കെ പഠിച്ച് തല്ല കയറിയിട്ട് എന്ത് ചെയ്യണോ, കുറച്ച് പാട്ടും കവിതയും സിനിമയും ഒക്കെ പഠിക്കുമ്പോഴുള്ള ഒരു സന്തോഷമാണ് എന്ത് ചെയ്യുന്നത് അവർ പലപ്പോഴും ക്ലാസ്സിൽ കാണിക്കുക അല്ലെ. അപ്പൊ അത് സന്തോഷം മാത്രമായി ഒരു റിലാക്സേഷനൊക്കെ ആവണം മലയാളം. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ചാപ്റ്റേഴ്സുകൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗങ്ങളിൽ ഒന്നാണ് നമുക്ക് പഠിക്കാനുള്ള തേങ്ങ എന്ന് പറയുന്ന കവിത. അല്ലടാ, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ, പഠിച്ചിട്ടുണ്ടാവും, വായിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ തേങ്ങ എന്ന് പറയുന്ന കവിത വളരെ ആക്ഷേപഹാസ്യത്തിന്റെ രീതിയിൽ, സെറ്റയർ എന്ന് പറയുന്ന ഇംഗ്ലീഷിലുള്ള ഒരു പ്രസ്ഥാനത്തിന് തത്തുല്യമായിട്ട് വന്നിട്ടുള്ളതാണ്. ആക്ഷേപഹാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തെ തമാശ രൂപേണ അല്ലെ വിമർശിക്കുന്നതിനെയാണ് നമ്മൾ ആക്ഷേപഹാസ്യം എന്ന് പറയുക. അപ്പൊ കുഞ്ചൻ നമ്പ്യാരൊക്കെയാണ് ഇതിന്റെ തുടക്കക്കാരായിട്ടൊക്കെ നമ്മൾ പറയുന്നത്. അങ്ങനെ എഴുതപ്പെട്ട ഒരു കവിതയാണ്. ആധുനിക മലയാള സാഹിത്യത്തിൽ അല്ലെങ്കിൽ കവിതാ സാഹിത്യത്തിലുള്ള ആക്ഷേപഹാസ്യ തലങ്ങളെ അല്ലെ സൂക്ഷ്മമായി അപഗ്രഥിക്കുന്ന ഒരു കവിതയാണ് അല്ലെ. തേങ്ങ എന്നൊക്കെ പറയുമ്പോൾ എന്ത് തേങ്ങയെന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും വളരെ മനോഹരമായ രീതിയിൽ എഴുതിയിരിക്കുന്ന ചെറിയൻ എഴുതിയിരിക്കുന്ന കൃതിയാണ്. ചെറിയാന്റെ തിരഞ്ഞെടുത്ത കവിതകൾ എന്നുള്ള കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കവിതയാണ്. ടീച്ചർ അത് വായിക്കട്ടെ, എന്തൊക്കെയാ അതിൽ പറയുന്നത് നമുക്ക് നോക്കിയാലോ അല്ലെ. ജീവിതം എപ്പോഴും യുക്തിഭദ്രമാവണം എന്നില്ല എന്നുള്ള പറയുന്ന ഒരു ആശയം എന്ത് ചെയ്യുന്നു അല്ലെ ഈ കവിതയിൽ നമുക്ക് പറയാണ്, നമ്മൾ പഠിക്കുകയാണ്. അതേപോലെ തന്നെ ആക്ഷേപഹാസ്യം അല്ലെ, ടീച്ചർ പറഞ്ഞ പോലെ ആക്ഷേപഹാസ്യം, മലയാള കവിതയിലുള്ള ആക്ഷേപഹാസ്യത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് കൂടെ എന്ത് ചെയ്യണോ ഈ കവിതയിൽ നമ്മൾ പഠിക്കുന്നു. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ തേങ്ങ എന്താണ് എന്ന് നമുക്കൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ, എസ്ഐ ചോദ്യങ്ങളൊക്കെ വരുന്ന ഒരു പാഠം കൂടെ ആയതുകൊണ്ടാണ് കേട്ടോ ടീച്ചർ ഇത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. കൊല്ലാങ്കണ്ടത്തിൽ ദേവസ്യ തെങ്ങിൻ ചോട്ടിലിരുന്ന് മുറുക്കുകയായിരുന്നു. ഓക്കെ, എവിടെയും കണ്ടില്ല, അയാൾ തെങ്ങിന്റെ ചോട്ടിലിരുന്നാണ് മുറുക്കുന്നത്. പൊടുന്നനെ ഒരു പെരുന്തൻ തേങ്ങ ഞെടുപ്പറ്റ് താഴേക്ക് പോന്നു അല്ലെ. ഒരു തേങ്ങ തലയിലേക്ക് വീഴാണേ. അത് അയൽക്കാരൻ പാലുശ്ശേരിയിൽ നാരായണപിള്ള കാഴ്ച കണ്ട് മേല് ധരിച്ചു നിന്നുപോയി. ഒരാളുടെ കയ്യിൽ തേങ്ങ വീഴുന്ന ലൈവായിട്ട് കാണുന്നു. അയാളാകെ അന്തം വിട്ട് നിൽക്കാണ് കേട്ടോ. തേങ്ങ എന്ത് ചെയ്തടാ, ഉച്ചയ്ക്ക് തന്നെ വീണു അല്ലെ. ചത്ത് എന്നാണ് ആര് വിചാരിച്ചത്, ദേവസ്യെ അല്ലെ. പിന്നിലേക്ക് മലർക്ക മരിച്ചെന്ന് നാരായണപിള്ള വിചാരിച്ചു. അയാൾ സത്ത് തീർന്നു എന്ന് വിചാരിച്ചു അല്ലെ. പക്ഷെ എന്ത് സംഭവിച്ചടാ, അത്ഭുതമെന്നേ പറയണ്ടോ.
ദേവസിക്കല്ല പറ്റിയത് തേങ്ങക്കാര്. തേങ്ങ പടലം ചീന്തി നാരും പടലും ഒക്കെ തെറിച്ചത് തോട്ടിൽ തെറിച്ചു വീണു എന്നാണ് പറയുന്നത് കേട്ടോ. നാരോടെ പൊട്ടിക്കീറി അടുത്തുള്ള കുളത്തിൽ അത് തെറിച്ചു വീണു. ഓടിയെത്തിയ നാരായണപിള്ള കാണെ ചിരിക്കാനാണ് തോന്നിയത് അല്ലെ. ഇത്ര പെരുത്തൊരു തേങ്ങ ഇത്ര പൊക്കത്തുനിന്ന് വീണിട്ടും താൻ മരിച്ചില്ലല്ലോ എന്ന് ആലോചിച്ച് ചിരിക്കുകയാണ്. ചിരിച്ച് 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 അയാൾ നാരായണപിള്ളയെ നോക്കി ചിരിക്കണു, കുളത്തിൽ നോക്കി ചിരിക്കണു, തെങ്ങിന്റെ മണ്ടയിരുന്ന് അല്ലെ അതിന്റെ നേർക്ക് നോക്കി കുടുകുടെ ചിരിക്കുന്നു, മലർന്ന് കിടന്ന് ചിരിക്കുന്നു, പള്ളക്ക് കൈ ചേർത്ത് ചിരിക്കണു. എന്തിന്? ചിരിച്ച് 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 ചിരിയടക്കാനാവാതെ കൊല്ലാങ്കണ്ടത്തിൽ ദേവസ്വ ശ്വാസം മുട്ടി മരിച്ചു. അയ്യവ, ഇത്ര മനോഹരമായ ഒരു കവിതയാണ് അല്ലെ. അതിന്റെ ഗുണപാഠവും കൊടുത്തിരിക്കുന്നു. എന്താണ്? തലയിൽ തേങ്ങ വീണാ ചിരിക്കരുത് അല്ലെ. ഗുണപാഠം എന്താണ്? തലയിൽ തേങ്ങ വീണാ ചിരിക്കരുത്. ഇതെന്താ ചെയ്തത്? ആക്ച്വലി നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ഗുണപാഠങ്ങൾ ഉണ്ട് അല്ലെ. ഗുണപാഠങ്ങൾ അല്ലെങ്കിൽ കുറെ വിശ്വാസങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ പറയും തെങ്ങ് ചതിക്കില്ല എന്ന് പറയും. തെങ്ങിന്റെ ചോട്ടിൽ നല്ല കാറ്റടിക്കുമ്പോ ഉണക്ക തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ പോയി നിന്നാ തെങ്ങ് ചതിക്കും, തേങ്ങ താഴേക്ക് വീട് തന്നെ ചെയ്യും. അയ്യോ, തെങ്ങ് ചതിക്കില്ല എന്നുള്ള ഗുണപാഠമുള്ളതുകൊണ്ട് ഏതെങ്കിലും തെങ്ങില്ല ഇപ്പൊ ഞാൻ വീടില്ല, കൊന്നാലും വീടില്ല, താഴേക്ക് വീട് കൂടാന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും തേങ്ങ നിൽക്കോ? ഇല്ല. അതേപോലെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് എന്തേ, ചിരിച്ചാൽ ആയുസ് കൂടുന്നുള്ളത് അല്ലെ. ആർക്കെങ്കിലും ചിരിച്ചാൽ അതൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണോ? അങ്ങ് പറയുന്നതാണ് മനുഷ്യന്മാർ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. ചിലത് എങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്? രാത്രിയിൽ ചൂളം വിളിക്കാൻ പാടില്ല, ആര് വരും? പാമ്പ് വരും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. പാമ്പിന്റെ പേര് തന്നെ എന്താണെടാ? ചക്ഷുശ്രവണം എന്നാണ്. ചക്ഷുസ് കൊണ്ട് അല്ലെ, കണ്ണുകൊണ്ട് കേൾക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ്. പാവത്തിന് ചെവിയില്ല പാമ്പിന്. എന്റെ അമ്മമ്മയൊക്കെ എന്നെ എത്ര ഭീകരമായിട്ട് പറ്റിച്ചിട്ടുണ്ടെന്ന് അറിയോ? എന്നിട്ടോ ഈ ചെവിയില്ലാത്ത പാവം പാമ്പിനെയാണ് നമ്മൾ രാത്രി വന്ന് കൊത്തും അല്ലെ. അതിന് ഓർമ്മയൊന്നുമില്ലടാ. 7 കടലൊക്കെ കടന്നു പോയിട്ട് പാമ്പ് പകവിട്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അതേപോലെ രാത്രി എന്ത് ചെയ്യാൻ പാടില്ല? പിന്നെ കാല് അല്ലെ ഉയരത്തിലിരുന്ന് കാലാട്ടാൻ പാടില്ല എന്ന് പറയും. വലിയ പത്തായങ്ങളൊക്കെ ഉണ്ടാവും പഴയ വീട്ടില്. അതിന് മൂക്കും കുത്തി വീണിട്ട് രാത്രി ഒന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ് അതിന് നാടരുത് പറയുന്നത്. രാത്രി നഖം മുറിക്കാൻ പാടില്ല അല്ലെ. കാരണം അന്ന് കറണ്ട് പിടിച്ചൊന്നുമില്ലല്ലോ. നഖമൊക്കെ മുറിച്ച ചോരയൊക്കെ വരില്ലേ, അപ്പൊ ബ്ലേഡോടൊക്കെ ചെത്തണം. അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനെ പലതും അല്ലെ. പിന്നെ കാലാട്ടരുതെന്ന് പറയുന്നതിന് പണ്ട് കോളാമ്പിയിലൊക്കെ മുറുക്കി തുപ്പിയിട്ടൊക്കെ വെക്കും കാരണവന്മാര്. അപ്പൊ അതൊന്നും ചവിട്ടി തെറിപ്പിക്കാതിരിക്കരുത് എന്നായിരിക്കാം. അപ്പൊ ഇങ്ങനെ കുറെ അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളും ഇതേപോലെയുള്ള കുറെ ഗുണപാഠങ്ങളും ഒക്കെ നമ്മളുടെ സമൂഹത്തിൽ എന്നും നിലനിൽക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനെ വിമർശനാത്മകമായിട്ട് ആക്ഷേപഹാസ്യപരമായിട്ട് പരിഹസിക്കുകയാണ് അല്ലെ. നമുക്ക് തമാശയാണ് അല്ലെ, ഇത് എന്താണ് തമാശ രൂപേണയാണ് പറയുന്നതെന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും അതിന് വളരെ കൃത്യമായ രീതിയിലുള്ള ആക്ഷേപഹാസ്യം അല്ലെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ശ്രദ്ധിക്കുക. അയുക്തി ഹാസ്യത്തിന് ഈ പ്രസ്താവനയെ സ്വാധീനിക്കുന്ന 2 സന്ദർഭങ്ങൾ തേങ്ങ എന്ന കവിതയിൽ നിന്ന് കണ്ടെത്തുക അല്ലെ. അതേപോലെ യുക്തിരാഹിത്യം ഹാസ്യത്തിന് കാരണമാകും എന്ന ആശയം അനാവരണം ചെയ്യുന്ന കവിതയാണ് ചെറിയാന്റെ തേങ്ങ അല്ലെ. ഈ കവിതയെ ആസ്വാദ്യം വന്ന 2 യുക്തിരാഹിത്യങ്ങൾ എന്ത് ചെയ്യുക? കണ്ടെത്തിയത്. ഇത്തരത്തിൽ എന്ത് ചെയ്യും? നമുക്ക് ചോദ്യങ്ങളൊക്കെ വരുന്ന അല്ലെ, പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള പാഠഭാഗമാണ്. ഇത് മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ടീച്ചർ അത് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് മക്കൾക്ക് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയ പാഠമാണ്. അത് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മളത് പഠിക്കണമെന്ന് പറയാനാണ് കേട്ടോ. അതേപോലെ പാഠത്തിന്റെ അല്ലെ വിശകലനം നമുക്ക് നോക്കാം. അപ്പൊ തെങ്ങ് ചതിക്കില്ല എന്ന് പറഞ്ഞവന്റെ തലയിൽ എന്ത് ചെയ്യണു? തേങ്ങ വീഴുന്നു. ചിരിച്ചാൽ ആയുസ് കൂടുമെന്ന് പറഞ്ഞവൻ എന്ത് ചെയ്യാണ്? ചിരിച്ച് ചിരിച്ച് മരിക്കുന്നു. അപ്പൊ ഈ പറഞ്ഞു വെക്കുന്നതൊക്കെ എന്താണ്? യുക്തിരാഹിത, യുക്തിക്ക് നിരക്കാത്ത കാര്യം. നമ്മൾ ഭയങ്കര പുരോഗമനമൊക്കെ പറയുമെങ്കിലും അല്ലെ, നമ്മൾ പലപ്പോഴും ഈ യുക്തിക്ക് ബോധത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പലപ്പോഴും ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ. അപ്പൊ അതിനെ എന്ത് ചെയ്യാണ്? വളരെ മനോഹരമായ രീതിയിൽ വിമർശിക്കുകയാണ് ചെറിയാൻ ചെയ്യുന്നത് അല്ലെ. അപ്പൊ പൊക്കത്തുനിന്ന് തേങ്ങ വീണിട്ടും അതെന്ത് ചെയ്തു? ആ മനുഷ്യന്റെ തലക്കെട്ടി അല്ലെ കൊണ്ട് എന്ത് ചെയ്യാണ്? ആ തേങ്ങയാണ് എന്ത് ചെയ്തത്? ചീന്തി ചീർതറി പോയിട്ടുള്ളത് അല്ലെ. തലയ്ക്കൊന്നും പറ്റിയില്ല. അപ്പൊ കട്ടിയുള്ള പുറന്തോട് തേങ്ങയ്ക്കാണ് പറ്റിയത്. അതുകൊണ്ടാണ് തേങ്ങയ്ക്ക് എന്ത് ചെയ്യേണ്ടത്? നാണിച്ചോളിച്ച് വെള്ളത്തിൽ പോയി ചാടേണ്ടി വരുന്നത്. അപ്പൊ കാഴ്ച അല്ലെ കണ്ടു നിന്ന ആളെന്ത് ചെയ്തു? ഇങ്ങനെ മേല് ധരിച്ച് അന്തം വിഴുങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് അല്ലെ. അപ്പൊ മേല് പറഞ്ഞ പൊരുത്തക്കേടുകളെയാണ് നമ്മൾ യുക്തിരാഹിത്യം എന്ന് പറയുന്നത് കേട്ടോ. തലയിൽ തേങ്ങ വീണ ആളുകൾക്ക് ഒന്നും പറ്റിയില്ല. കണ്ട കാഴ്ച കണ്ടു നിന്ന ആള് മേല് ധരിച്ചു നിന്ന് പോയി. തേങ്ങക്കൊന്നും പറ്റാതിരുന്ന ആൾ എന്ത് ചെയ്യുന്നു? പിന്നീട് ചിരിച്ച് മരിക്കുകയാണ് അല്ലെ. അപ്പൊ അത് നമ്മളെ യുക്തിക്ക് നിരക്കാത്ത, നമ്മൾ പഠിച്ചു വെച്ച നമ്മളുടെ ഗുണപാഠ കഥകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനാണ് ഇവിടെ യുക്തിരാഹിത്യം എന്ന് പറയാം. അത്തരത്തിലുള്ള ചോദ്യം ഉറപ്പായിട്ടും യുക്തിരാഹിത്യത്തെ കുറിച്ച് നമുക്ക് ചോദിക്കും കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെക്കുക. അപ്പൊ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കണക്കുകൂട്ടലുകളൊന്നും അല്ലെ ആസൂത്രണങ്ങളൊന്നും ശരിയാവണമെന്നില്ല അല്ലെ. അപ്പൊ ആകസ്മികമായിട്ടുണ്ടാവുന്ന, അപ്പൊ തേങ്ങ വീണിട്ടും അയാൾക്കൊന്നും സംഭവിച്ചില്ല. പക്ഷെ നിസ്സാരമായ ഒരു കാര്യം, ഒരു ചിരിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ചിരി നിർത്താൻ പറ്റാണ്ട് അയാൾ ശ്വാസം മുട്ടി മരിക്കുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോ അല്ലെ
ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പ്രതീക്ഷിക്കുമ്പോൾ ചിലപ്പോൾ ചെറുതൊന്നും ഒരു മുള്ളു കുത്തിയാൽ മതി, ചിലപ്പോൾ നമുക്ക് അപകടം സംഭവിക്കാം. അപ്പോൾ ആകസ്മികമായിട്ടുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യണോ എപ്പോഴും ജീവിതത്തെ മാറ്റിമറിക്കാം എന്ന് കവിത നമ്മളെ പഠിപ്പിക്കുകയാണ്. വലിയ ആപത്തുകൾ നേരിടാൻ നമ്മൾ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം, സജ്ജരായിരിക്കും അല്ലെ. പക്ഷെ എന്നാൽ നിസാരമായ കാര്യങ്ങൾ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസും അതും ഇതൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ പ്ലാൻഡ് ആയിട്ട് നിൽക്കും. ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും കാരണം കൊണ്ട് എന്ത് ചെയ്യുക, നമ്മളെ ലൈഫ് തന്നെ ഇല്ലാണ്ടായി പോകും അല്ലെ. അപ്പൊ അത്തരത്തില് എല്ലാ നിസാരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും പലപ്പോഴും മനുഷ്യർ എന്ത് ചെയ്യുന്നത്, ആപത്തിൽ കൊണ്ടുപോയി ചാടിക്കുന്നതെന്ന് പറയാണ്. അപ്പൊ പുറമെ കഠിനമാണെന്ന് തോന്നുന്ന പലതും തകർന്നു പോകുന്നത് അല്ലെ, ആ അർത്ഥത്തിൽ ഇവിടെ ഒരു പ്രതീകമായിട്ട് മാറുന്നു നമ്മൾ കാണുന്നു. ജീവിതം സാമാന്യ യുക്തിക്ക് അതീതമാണ്, നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നല്ല അല്ലെ. നമ്മളുടെ സാമാന്യ യുക്തി പരിധിയിൽ നിൽക്കുന്നതൊന്നും അല്ല എന്ത് ജീവിതം എന്ന് പറയുന്ന ഒരു ആശയം കവിത മുന്നോട്ട് വെക്കുകയാണ്. അമിതമായാൽ ഗുണകരമാവില്ല എന്നുള്ള തിരിച്ചറിവ് അല്ലെ. ചിരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അധികം ചിരിച്ച ആയുസ് കൂടുന്ന് പറയുന്നു. പക്ഷെ ഇവിടെ ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെ, ചിരിച്ച് അല്ലെ അമിതമായിട്ട് എന്ത് ചെയ്യാണ്, അത് നന്നാവില്ല എന്ന് പറയുന്ന ഒരു തിരിച്ചറിവ് കൂടെ കവിത നൽകാണ്. പിന്നെ നമ്മളുടെ ജീവിതത്തിലൊന്നും ഗുണപാഠത്തിന്, എന്റെ അമ്മമ്മയൊക്കെ അതിന്റെ ആളാണ്, ഗുണപാഠത്തിന്റെ അങ്ങോട്ട് തിരിച്ചു ചോദിച്ചാൽ അതിന് മറുപടി ഉണ്ടാവില്ല. സന്ധ്യാസമയത്ത് പടീന്റെ മോൾ ഇരിക്കരുത്, സന്ധ്യാസമയത്ത് ചിരിക്കരുത്, കരയരുത്, ഒച്ചത്തിൽ പറയരുത്, നഖം വെട്ടരുത്, പൊട്ടിയ കണ്ണാടി നോക്കരുത് അല്ലെ, ചെരിഞ്ഞാ കുറ്റം നിന്നാ കുറ്റം എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും ഈ കുറ്റങ്ങളാണ്. അതായത് എല്ലാത്തിനും അവർക്ക് എന്തെങ്കിലും ഉണ്ടാവും പറയാൻ, പക്ഷെ അതിനിട്ട് ന്യായം ഉണ്ടാവില്ല, അതിനെന്താന്നുള്ളത് കാരണം അറിയില്ല അല്ലെ. അപ്പൊ പരിഹസിക്കുകയല്ല ടീച്ചറെ. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് ഗുണപാഠ കഥകളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കേട്ട് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിനൊന്നും ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. തേങ്ങ ഉണങ്ങിയതാണെങ്കിൽ താഴോട്ട് വീണെങ്കിൽ അത് വീഴും അല്ലെ. ചിരിച്ചാലും ഇല്ലെങ്കിലും മരിക്കേണ്ട സമയമാകുമ്പോൾ നമ്മൾ മരിക്കും. ഒരുപാട് ചിരിച്ചു എന്നുള്ളതുകൊണ്ട് നമ്മൾ ആയുസൊന്നും കൂടാൻ പോകുന്നില്ല. അപ്പൊ നമ്മുടെ ജീവിത അനുഭവങ്ങൾ, നമ്മുടെ ലൈഫിൽ നമ്മൾ നേരിടുന്ന എക്സ്പീരിയൻസസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അല്ലെ. അപ്പൊ ഇതേപോലെയുള്ള കാര്യത്തിനൊക്കെ നമ്മൾ വഴിവിട്ട് പോകുമ്പോഴാണ് അല്ലെ, നമ്മള് ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്തു, 1-2 വർഷം മുമ്പാണ് കേരളത്തിൽ നരബലിയല്ല മനുഷ്യരെ കൊന്നു തിന്നിട്ടുള്ള സംഭവങ്ങൾ വാർത്ത നിങ്ങൾ വായിച്ചിട്ടില്ലല്ലോ. കുറെ ലേഡീസിനൊക്കെ കട്ടോണ്ട് പോയിട്ട് അല്ലെ, പിടിച്ചോണ്ട് പോയിട്ട്. അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നത് അന്ധമായിട്ടുള്ള വിശ്വാസമുള്ള ഒരു തലമുറ രൂപപ്പെട്ട് വരുമ്പോഴാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എല്ലാത്തിനെയും യുക്തിഭദ്രമായിട്ട് യുക്തിയുടെ നമ്മളുടെ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അറിവുകൾ നേടേണ്ടത്, വിശ്വസിക്കേണ്ടത്, ഉള്ളിലേക്ക് എടുക്കേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാഠാണ്. ഇതുപോലെ നമുക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചാപ്റ്ററുകളും പഠിക്കേണ്ടടാ, എല്ലാ ചാപ്റ്ററും പഠിക്കണ്ടേ. അപ്പൊ ഒരു മെഗാ മാരത്തോൺ ലൈവും ഒക്കെ ആയിട്ട് ടീച്ചറും അതുപോലെ നമ്മുടെ പ്രീതി മാമും ഒക്കെ നമ്മുടെ ലൈവുകളിൽ വരും. അപ്പൊ എല്ലാ പാഠവും നമുക്ക് സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് എല്ലാ ഷുവർ ക്വസ്റ്റ്യൻസും ഷുഗറായിട്ടും വരുന്ന ഉറപ്പുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യണടാ, നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് പഠിക്കണം. നിങ്ങൾ ഉണ്ടാവില്ലേ ടീച്ചറുടെ കൂടെ, സൂപ്പറായിട്ട് പഠിക്കട്ടെ. അപ്പൊ മലയാളമൊക്കെ ആയതുകൊണ്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, എന്നാലും പഠിക്കട്ടെ അല്ലേ. നീ പറഞ്ഞ 100 മാർക്കൊക്കെ നമുക്ക് അത് അല്ലെ വാങ്ങി പിടിച്ചെടുക്കണം. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധ്യമാകുന്ന കോഴ്സുകളൊക്കെ പഠിച്ച് അല്ലെ ആകാശം മുട്ട ഉയർന്ന് പറക്കാൻ വേണ്ടി നിങ്ങളുടെ ചെറുകൾക്കൊക്കെ ശക്തിയാവാൻ എന്ത് കാരണമാവണം, നമ്മുടെ +2 മാർക്ക് കാരണമാവണം. അതിലൊരു മുതൽക്കൂട്ടായിട്ട് നമുക്ക് മലയാളം കൂടെ നേരത്തെ പഠിച്ചു വെക്കാം അല്ലെ, പബ്ലിക് എക്സാം ഒക്കെ വരുന്നതിന് മുമ്പ്. അപ്പൊ ക്രിസ്മസ് എക്സാം നമുക്ക് സൂപ്പറാക്കണം, എല്ലാ പാഠവും നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. അപ്പൊ ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലൈവുകളിൽ നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, ബൈ.